സാധാരണ ഇങ്ങനെ വരുമ്പോ കഴിച്ചു നുണ പറഞ്ഞ് ആരുടെ ഉറക്കം കെടുത്തായിരിക്കാണ് ഞാൻ ചെയ്യാറുള്ളത്. ഏതായാലും ഏട്ടത്തോട് നുണ പറയുന്നില്ല, നല്ല വിശപ്പുണ്ട്. അംശയ്ക്ക് വൈദ്യുതി ആരും പറഞ്ഞില്ലായിരുന്നു. എങ്കിൽ ഞാൻ ആഹാരം എടുത്ത് നേരത്തെ വെച്ചാൽ ഒരു കാര്യം ചെയ്യും, പോയി കുളിച്ചോളൂ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. വേണ്ട, എടുത്ത് പോയി കിടന്നോളൂ. ഈ വീട്ടിൽ ഒരാൾ പട്ടിണി കിടക്കുന്നെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ശരി, പോയി കുളിച്ചിട്ടോ. വർഷം നല്ല ഉറക്കമാണ്, ഞാൻ വിളിച്ചില്ല. ഏട്ടത്തി കോഴി മുമ്പ് ഇരിക്കുകയാണ് അല്ലേ? കോഴി കിടന്നോളൂ, ഞാനെടുത്ത് കഴിച്ചോളാം. കോഴി ഇപ്പൊ സമയത്തൊന്നും പോവാറില്ല. അന്ന് വന്ന് കോഴിക്ക് ഇപ്പൊ അമേരിക്ക സൈഡല്ലേ, വൈകിട്ടെങ്ങനെ പോവായിരിക്കും. ഞാനെടുത്ത് ബുദ്ധിമുട്ടിക്കുകയല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോ അതിൽ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. കഴിക്കുന്നവർ ചിലപ്പോ അത് മനസ്സിലാക്കാറില്ല. അഭിഷേക് നല്ല തമാശ പറയുന്ന ആളല്ലേ? ആഹാരത്തിനകത്ത് ഉപ്പിടുന്നത് പോലെ ജീവിതത്തിൽ നർമ്മം കലർത്തണം എന്നുള്ളതാണ് എന്റെ പോളിസി. തമാശ പറയാം, ചിരിക്കണോ വേണ്ട എന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനം. भारत के भाग्य विधाता मतदाता भाइयों एवं बहनों, आज हिंदुस्तान के हर गली मोहल्ले में हर मतदाता से मैं खुद के लिए वोट मांगने आया कि आप कमल के निशान पर बटन दबाइए। आपका वोट सीधा सीधा मुझे मिलने वाला है और मैं आपको भरोसा देने आया हूं कि मैं आपके सपनों को पूरा करने में कोई कसर नहीं छोड़ूंगा। अब की बार मोदी सरकार।